ഹലോ മക്കളെ, അപ്പോൾ നമ്മളെന്താ ഇത് പ്ലസ് 1 സുവോളജിക്ക് ഈ വർഷം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ഷോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ബ്രെയിനെ കുറിച്ച് നമുക്ക് ചെയ്യുന്നത് ബ്രെയിൻ്റെ പാർട്സ് ഏതാണ് ചോദിക്കുന്നത്. ബ്രെയിൻ നമുക്കറിയാം 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ എന്താ അതിൻ്റെ പാർട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫോർ ബ്രെയിൻ 2 തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? തലാമസും ഹൈപ്പോതലാമസും തന്നിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കും എന്താണ് സെറിബ്രമാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കറിയാം സെറിബ്രൽ അക്യുഡക്റ്റും കോർപ്പറ ക്വാഡ്രിഗമിന ഇത് രണ്ടും വരുന്ന ഇവിടെ നമ്മുടെ മിഡ് ബ്രെയിനിലാണ് ഈ രണ്ട് സ്ട്രക്ചേഴ്സും കാണപ്പെടുന്നത്. നമ്മുടെ സെറിബ്രൽ അക്യുഡക്റ്റും കോർപ്പറ ക്വാഡ്രിഗമിന. പിന്നെ നമുക്കറിയാം ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന റീജൻസ് ആണ് പോൺസ് ഉണ്ട്, മെഡുല ഉണ്ട്. കൂടാതെ വരുന്ന ഒരേ റീജനേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ ബോഡി ബാലൻസിനൊക്കെ സഹായിക്കുന്ന ആരാ? സെറിബെല്ലം അവിടെ വരുന്നുണ്ട്. കൃത്യമായിട്ട് അത് എഴുതി കൊടുക്കുക. പിന്നെ ചോദിച്ചിട്ടുണ്ട് മെനിഞ്ചസിന്റെ 3 ലെയേഴ്സ് കൃത്യമായിട്ട് എഴുതുക. ഓർഡറിൽ തന്നെ പഠിക്കുക മക്കളെ. ഔട്ടർ ലെയർ ഡ്യൂറാ മാറ്റർ, മിഡിൽ ലെയർ അറക്നോയിഡ് മാറ്റർ, ഇന്നർ ലെയർ പയാ മാറ്റർ. അപ്പോൾ ഔട്ടർ ലെയർ ഡ്യൂറാ മാറ്റർ, ഇന്നർ ലെയർ പയാ മാറ്റർ, മിഡിൽ ലെയർ അറക്നോയിഡ് മാറ്റർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കണം. മെൻഷൻ ദ ഹോർമോൺ റെസ്പോൺസിബിൾ. ഈ 4 ഡിസീസിന്റെ ഹോർമോൺ നിങ്ങൾ കമന്റ് ചെയ്യുക. നോക്കി, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താണ്? ഗ്രേവ്സ് ഡിസീസ് വരാൻ കാരണം, ക്രിട്ടിനിസം വരാൻ കാരണം എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് വരാൻ കാരണം എന്താണ്? ഇൻസുലിൻ ആണോ, നമ്മുടെ തൈറോക്സിൻ ആണോ, എന്താണ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക.